അപ്പനോടും അമ്മയോടും നമ്മൾ എന്താ ചോദിക്കുന്നത് അതുപോലെ നമ്മൾ യേശുവിനോട് ചോദിക്കണം. സ്തോത്രം. അതാ പ്രാർത്ഥന. സ്വർഗം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. നീ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കും, സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. നിന്റെ എന്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞെങ്കിൽ, മനുഷ്യർ പറഞ്ഞെങ്കിൽ, നിന്റെ സഹോദരങ്ങൾ പറഞ്ഞെങ്കിൽ, നിന്റെ ബന്ധുക്കളും ചർച്ചക്കാരും പറഞ്ഞെങ്കിൽ, അതിനെ പ്രാർത്ഥിക്കുവാൻ മറ്റാരുടെയും സഹായം നിനക്ക് ആവശ്യമില്ല. കാരണം നീ പ്രാർത്ഥിച്ചാൽ മതി. നീ നിന്റെ പിതാവിനോട്, നിന്നെ ഉണ്ടാക്കിയ, നിനക്ക് പ്രാണൻ തന്ന, സ്വർഗത്തിൽ നിന്നെ അയച്ച, നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത്, നിന്നെ നിർത്തിയ സ്ഥാനത്ത് പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ മറ്റാരോട് നീ പറയേണ്ട കാര്യമില്ല. നിന്നെ അയച്ചവരോട് പറഞ്ഞാൽ മതി. പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനയിൽ അത്ഭുതം പ്രവർത്തിപ്പാനിടയായി തീരും. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തമ ഉദാഹരണമായൊരു വ്യക്തിയാണ്. യേശു മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ, സ്തോത്രം, എബ്രായ ലേഖനം 2:14 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ആ മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയായിരുന്നവരൊക്കെയോ വിടുവിച്ചു. ഭൂമിയിലേക്ക് വന്നു. നമുക്കറിയാം, യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വിലക്കിയപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന നീതിയാണ് യേശുവിനോട് പറഞ്ഞു. യേശുവിനെ കൊണ്ട് യോഹന്നാനെ കൊണ്ട് സമ്മതിപ്പിച്ചു. യോഹന്നാന്റെ കൈ കീഴിൽ യേശു സ്നാനമേറ്റു. വെള്ളത്തിൽ മുങ്ങുവാനിടയാണ്. സ്നാനം എന്ന് പറയുന്നത് എന്താണ്? യേശുവിനോട് ചേരുവാൻ. പെന്തക്കോസ്ത് സഭയോട് ചേരുവാനല്ല, മർത്തോമ സഭയോട് ചേരുവാനല്ല, കത്തോലിക്ക സഭയോട് ചേരുവാനല്ല, ഓർത്തഡോക്സിനോട് ചേരുവാനല്ല, യേശുവിനോട് ചേരുവാൻ. റോമലേഖനം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. 6-ന്റെ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ, മുങ്ങി സ്നാനപ്പെടുമ്പോൾ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളാകുകയാണ്. ആരെങ്കിലും മരിച്ചതിന് പങ്കാളികളാകുമോ? ഒരാൾ മരിച്ചാൽ ആ ആളിന്റെ കൂടെ പോയി മരിക്കുമോ? ഇല്ല. ചിലർക്കൊക്കെ മരണ വീട്ടിൽ പോകാൻ പോലും പേടിയാണ്, ശവം കാണാൻ പേടിയാണ്. അപ്പോഴാണ്, അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ആരും പെട്ടെന്ന് വരാത്തതിന്റെ കാര്യം, മരണത്തിൽ യേശു മരിച്ചതുപോലെ നമ്മൾ മരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സ്നാനപ്പെടാൻ വരത്തില്ല. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നു. കണ്ടോ? അപ്പൊ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശു ദൈവോത്തമല്ലേ, പിന്നെന്തിനാ സ്നാനപ്പെട്ടത് യോർദാനിൽ? കണ്ടോ? മനുഷ്യന് മാതൃക കൊടുക്കുക. ഞാൻ സ്നാനപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം. ഞാൻ ദൈവമായിട്ടും വെള്ളത്തിൽ സ്നാനപ്പെട്ടില്ലേ? അപ്പം സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ സ്നാനം ആവശ്യമാണ്. വിദേശത്തേക്ക് ഒരു വിസ ആവശ്യമാണെങ്കിൽ, ഫ്ലൈറ്റ് ടിക്കറ്റ് ആവശ്യമാണെങ്കിൽ, സ്നാനം സ്വർഗത്തിലേക്ക് പോകാനുള്ള സ്തോത്രം ടിക്കറ്റാണ്, വിസയാണ്. നോക്കണമേ, യേശു ദൈവപുത്രനാകെ ആയിരിക്കുമ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെട്ടു. സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ സ്വർഗം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ? സ്വർഗത്തിലെ സ്ഥിരമായിരിക്കുന്ന വചനം യേശു പ്രമാണിച്ചപ്പോൾ പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പനും അവനും പറയുന്ന മക്കൾ അനുസരിക്കണം, അല്ലേ? സ്വതന്ത്രം ചെയ്യുന്നു. യേശു സ്നാനപ്പെട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തി. കണ്ടോ? സ്തോത്രം ചെയ്യുന്നു. സ്നാനപ്പെട്ടാൽ ഉടനെ ചിലര് പറയുന്നത് അറിയോ? പുതിയ നിയമ ശുശ്രൂഷക്കാർ ഇവിടെ സ്നാനപ്പെട്ടാൽ കാർ കിട്ടും, സ്നാനപ്പെട്ടാൽ വീട് കിട്ടും, 2 നില വയ്ക്കും. അതൊക്കെ ദൈവം തരും. പക്ഷെ സ്നാനപ്പെട്ടാലല്ല.
യേശുവിന് ഇതൊന്നും കിട്ടിയില്ല. സ്നാനപ്പെട്ടത് യേശു പോയത് മരുഭൂമിയിലേക്ക്. യേശുവിന് കിട്ടിയത് മരുഭൂമിയാണ്. നമ്മളും അങ്ങനെ സ്നാനപ്പെടുമ്പോൾ കിട്ടുന്നത് മരുഭൂമിയല്ലേ. വീട്ടുകാരെതിരാകും, മാതാവ് എതിരാകും, പിതാവ് എതിരാകും, സഹോദരങ്ങൾ എതിരാകും. കാരണം മരുഭൂമിയുടെ അനുഭവം പറയുന്നത് ഉള്ളാൻ പോകുകയാണ് പറയും. എന്നാൽ കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ ഈ മരുഭൂമിയുടെ അനുഭവം മാറും കേട്ടോ. ഇന്ന് പകലിൽ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയോ. ഇന്ന് പകലിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ ഒന്നാം വാക്യം, യഹോവേ ചെവിചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഈ സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണെങ്കിലും ഇതൊരു യേശു മസിഹ സങ്കീർത്തനം അല്ലെങ്കിലും ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ്, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. യേശു പ്രാർത്ഥിച്ചതുപോലുള്ള കാര്യങ്ങളെ ഇവിടെ കാണുവാൻ കഴിയുന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഹോവേ ചെവിചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. നമ്മളെ ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം ഉത്തരമരുളുവാൻ എനിക്ക് കഴിയത്തില്ല, എനിക്കൊന്നും കഴിയത്തില്ല. ഞാൻ പറയാവുന്ന വിഷയം എന്താണ്? യേശു നേരെ ആ പരീക്ഷ കഴിഞ്ഞിട്ട് യേശു നേരെ എന്ത് ചെയ്തു? തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പത്രോസ് മുതൽ ശീമോൻ പത്രോസ് മുതൽ യൂദാ വരെ യഥാക്രമം 12 പേരെ തിരഞ്ഞെടുത്തിട്ട് അതിനകത്തുനിന്ന് 3 പേരെ തിരഞ്ഞെടുത്തു. ആരൊക്കെയാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പ്രധാനപ്പെട്ട ശുശ്രൂഷ നടക്കുന്നിടത്തൊക്കെ യേശു ഇവരെ കൊണ്ടാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ നീ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുവാനിടയായി തീരും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവ് സുവിശേഷ വേലയുമായി കടന്നുപോയപ്പോൾ ബെഥന്യായിൽ ചെല്ലുമ്പോൾ നോക്കണമേ, ബെഥന്യായിൽ ചെല്ലുമ്പോൾ ലാസറിന്റെ ഭവനത്തിൽ പോകും. ലാസർ അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണത്തില്ല. 2 സഹോദരിമാരുടെ കാണും, മാർത്തയും മറിയയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് ലാസർ നീരം പിടിച്ച് മരിച്ചു. ലാസർ കല്ലറയിൽ അടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിലാണ്. യേശു 4-ാം ദിവസം വന്നു. യേശുവിടെ രോഗം പിടിച്ച സമയത്ത് യേശു ചെന്നില്ല. ചെന്ന് പ്രാർത്ഥിക്കാനിടയായില്ല. 4-ാം ദിവസം ചെന്നു. നാറ്റം വെച്ചപ്പോൾ യേശു ഇവിടെ ചെന്നപ്പോൾ ചോദിച്ചു, അവനെ വെച്ചത് എവിടെയാ? ചോദിച്ചപ്പോൾ പറഞ്ഞു, യേശുവേ നാറ്റം വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. യഹൂദന്മാരുടെ ഇടയിൽ വിശ്വാസമുണ്ട്, 3 ദിവസം വരെ ആത്മാവ് കല്ലറകളിലും കല്ലറയുടെ പരിസരത്തിലെ ഭവനത്തിലൊക്കെ എന്ത് ചെയ്യും? ആത്മാവ് നിൽക്കും. ആ സമയം കഴിഞ്ഞിട്ടാണ് യേശു ചെല്ലുന്നത്. നോക്കണമേ, 4-ാം ദിവസം യേശു ചോദിച്ചു, എവിടെയാ വെച്ചിരിക്കുന്നത്? അവൾ പറഞ്ഞൊരു കാര്യം, യേശുവേ നാറ്റം വെച്ചു. യേശു അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ല് വെച്ചവൻ കല്ലെടുക്കാൻ പറഞ്ഞു. സ്തോത്രം. നമ്മളായിട്ട് ചില കല്ല് വെച്ചിട്ടുണ്ട്. ഇനി നടക്കത്തില്ല, സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ വിടുതലിന് തടസ്സമായി നീ വെച്ചിരിക്കുന്ന ചില കല്ലുണ്ടല്ലോ, ഇന്ന് പകൽ എടുത്തു മാറ്റാൻ തയ്യാറാണെങ്കിൽ, മരിച്ച ലാസർ പുറത്തു വന്നെങ്കിൽ, നീ ഉപേക്ഷിച്ച നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില സംഭവങ്ങൾ പുറത്തു വരാൻ പോകുകയോ? നിസിയോട് ദൈവാത്മാ പറയുക, നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞ, ബന്ധുക്കൾ പറഞ്ഞ, ചാർച്ചക്കാർ പറഞ്ഞ, നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ ഈ 2026 തീരുന്ന മുമ്പേ ആ പുതിയ വർഷത്തിൽ ചിലത് നടക്കാൻ
പോകുക. കരമടിച്ച് ആരാധിച്ച് ഏറ്റെടുത്താട്ടെ. ഇന്ന് മുതൽ കരമടിച്ച് ആരാധിച്ച് ഏറ്റെടുത്താട്ടെ. ചില സംഭവങ്ങൾ നടക്കാൻ പോകുക. ചില ബന്ധനങ്ങളെ ചൊല്ലിക്കെട്ടിയതിലെ ബന്ധനങ്ങളെ, ചില ആമിനാല മന്ത്രവാദ ശക്തികൾ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ, അഴിഞ്ഞുമാറട്ടെ. ശക്തികളെ ആത്മാവിനത് കാണട്ടെ. എട്ടാം മാസമായി. ഇനി 4 മാസം തീരാനുണ്ട്. 4 മാസം തീരും മുമ്പേ നിന്റെ കരത്തിൽ അത് വരാൻ പോകുക. നിന്റെ ഉദരത്തിൽ അത് വരാൻ പോകുക. ഇത് വെറുതെ പറയല്ല കേട്ടോ. ഇത് വെറുതെ പറയല്ല. അതിന് വിരോധമായി ബന്ധിച്ചതിലെ ബന്ധന ശക്തികൾ 27-ാം വർഷം 27 ചിലരുടെ കരത്തിൽ തരാൻ പോകുകയോ. വെറുതെ പറയല്ലോ. അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന നീ പ്രാർത്ഥിച്ചാൽ മതി. ചില കല്ല് ലാസർ നല്ലറെ ഇരിക്കുക. ലാസർ മരിച്ചു. യേശു കർത്താവ് നീ എപ്പോഴും പ്രാർത്ഥന കേൾക്കുന്നു അല്ലേ? നീ എപ്പോഴും പ്രാർത്ഥന കേൾക്കുന്നു. ഈ പ്രാർത്ഥനയെ കേൾക്കണം. കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. ജീവൻ കൊടുക്കാൻ കഴിയുന്ന യേശുവിന് കല്ലെടുത്ത് മാറ്റാൻ കഴിയത്തില്ല. നമ്മൾ വെച്ച കല്ല് നമ്മൾ എടുക്കണം. ഇനി നടക്കത്തില്ലെന്ന് നീ പറഞ്ഞാൽ നീ ഒരു കല്ല് വെച്ചു. ദൈവം എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ വെച്ചത് നമ്മൾ എടുക്കണം. നിസിയായിട്ട് വെച്ച ചില കല്ലുണ്ടെങ്കിൽ ഇന്ന് പകലെടുത്ത് മാറ്റുന്നുവെങ്കിൽ കർത്താവ് ചില അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയല്ല, അത് ഞങ്ങളെ കാണിച്ചതുകൊണ്ട് പറയുക. ഈ ദിവസങ്ങളിൽ നീ വെച്ച കല്ലുണ്ടല്ലോ, ഇന്ന് ആ കല്ല് നീ ഒന്ന് എടുത്ത് മാറ്റ്. ആ സ്വർഗ്ഗം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. 26 തീരുന്നതിന് മുമ്പേ നിന്റെ ഉദരത്തിൽ അത് തരുമെന്ന് സ്വർഗ്ഗം വ്യക്തമായി വിളിച്ചു പറയുന്നു. ആത്മാവിൽ കാണുന്നവർ കണ്ടു, ആത്മാവിൽ കാണുന്നവർ കണ്ടു. ശക്തമായി ആരാധിച്ചെടുത്താൽ ഇതുവരെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്ന അറിയണമെന്നാൽ ഞങ്ങളെ വായിക്കുകയോ. അമ്മാവിയെ ആത്മാവിൽ കാണുകയോ, അമ്മാവിയെ ആത്മാവിൽ കാണുകയോ. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ പ്രാർത്ഥനയിൽ മറുപടിയില്ലാത്ത വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് മടുത്ത വിഷയമായിരിക്കും അല്ലേ? നമ്മൾ പിന്നെ ഉപേക്ഷിച്ചു അല്ലേ? ഉപേക്ഷിക്കരുത്. ലൂക്കോസ് 18 പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നമ്മൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുസ് എത്ര മോശ പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എല്ലാം തീർന്നു പോയെന്ന് പറഞ്ഞിരിക്കുന്ന ചക്ര. സ്തോത്രം. യഹോവയെ ബാല്യക്കാരും ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ വയ്യെന്ന് പറഞ്ഞിരിക്കുന്നവർ കഴുകന്മാരെ പോലെ പറക്കുമെന്ന്. ഇന്ന് പകലിൽ കഴുകന്മാരെ പോലെ പറക്കുന്ന ദിനങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആരാധനയ്ക്ക് പോയാൽ വിടുതൽ കിട്ടുമെന്ന് നന്മ പ്രാപിക്കുന്ന കണ്ടിട്ട് ആരാധന തടയുക കേട്ടോ. മുടേഷ് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്നെ കാണിച്ചത് ഇന്ന് പകലത്
എവിടെ നിന്ന് വന്നോ? ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ തന്നെ പോയത് അങ്ങോട്ടുള്ള. ഇന്ന് പകൽ അഴിഞ്ഞു പോവുക, ഇന്ന് പകൽ അഴിഞ്ഞു പോവുക. ആത്മാവിൽ കണ്ടോണം. നിന്റെ പ്രാർത്ഥനയിൽ ചിലർ സംഭവിക്കാൻ പോവുകയാണ്. നീ ആത്മാവിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കുന്ന സകല ഒരർത്ഥങ്ങളും ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആളവറ്റ ശക്തി ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. പോരാടുന്ന സകല ഒരർത്ഥങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഭാരപ്പെടണ്ട. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ വിടുതല. നിന്റെ തലമുറ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അവിടെ നിന്റെ മകളെ അവിടെ കൊണ്ട് ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ദൈവമാക്കി വെച്ചിടത്ത് ഒരു മനുഷ്യന് മാറ്റാൻ കഴിയത്തില്ല. ഇന്ന് പകൽ സകല ചിന്താകുലും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവനെ പുലർത്തുന്ന, നിന്നെ പുലർത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പകൽ കർത്താവ് പറയുകയാ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ, പലവിധ വിഷയത്തിന്റെ മേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവം പറയുന്നു, പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കാൻ പോകുക. ഹല്ലേലൂയ. നടക്കത്തില്ല, സംഭവിക്കത്തില്ല എന്ന് ശാസ്ത്രം പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ കർത്താവ് ചില വാതിലുകൾ ഓപ്പണാക്കുകയാ. ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അടുത്തുകൂടെ വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചിലടങ്ങൾ ഇറങ്ങി വരുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്നെ തകർച്ച കളയുവാൻ ഭൂമിക്ക് മേളിൽ നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ചില പൈശാചിക ശക്തികളെ നിനക്ക് വിരോധമായി കടത്തിവിടുമ്പോൾ, പറഞ്ഞു വിടുമ്പോൾ ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിൽ എത്തുമ്പോൾ അവന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് പകൽ മരണത്തിന്റെ അധികാരി പിശാചിനെ കണ്ടോ? മരണത്തിന്റെ അധികാരി യേശു കണ്ടോ? മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോ അവന്റെ വലങ്കയിലോ, അവന്റെ കയ്യിലോ. വിരാമം കുറിക്കും.